ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടുക്കിയിലെ ദേവികുളം മണ്ഡലത്തിലാണ്. ഇവിടുത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്നായ ലോകശ്രദ്ധയെ ആകർഷിക്കുന്ന മൂന്നാർ ടൌണിലാണ് ഞാനിപ്പോൾ ഉള്ളത്. മൂന്നാർ ടൌണിലെ മാർക്കറ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത്. മൂന്നാറിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ രാഷ്ട്രീയ ചർച്ച തന്നെയാണ് നമ്മൾ ഈ മാർക്കറ്റിൽ വന്നപ്പോൾ എല്ലായിടത്തും കാണാൻ സാധിക്കുന്നത്. മൂന്ന് രാജമാർ തമ്മിലുള്ള മത്സരമാണ് ഈ മണ്ഡലത്തെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത്. LDF-ന് വേണ്ടി എ രാജ നിലവിലെ സിറ്റിംഗ് MLA ആണ്. അദ്ദേഹമാണ് ശക്തമായ പോരാട്ടം നടത്താനായി ഇപ്പോൾ ഈ മണ്ഡലത്തിൽ മത്സരിക്കാനിരിക്കുന്നത്. മറ്റൊന്ന് UDF-ന് വേണ്ടി F രാജ, അതോടൊപ്പം തന്നെ CPIM വിട്ട് BJP-യുമായി ചേർന്ന S രാജേന്ദ്രൻ, അദ്ദേഹം മുൻ MLA കൂടിയായിരുന്നു. അദ്ദേഹവും ഈ മണ്ഡലത്തിൽ BJP-യുടെ ചിഹ്നത്തിൽ മത്സരിക്കുന്നു എന്നുള്ള കാര്യമാണ്. സാധ്യത F രാജയാണ്, UDF ആണ്. ഇവിടെ 20 കൊല്ലമായിട്ട് LDF ആണ് ഭരിക്കുന്നത്. ഇത്തവണ അത് മാറ്റം വരും ഉറപ്പായിട്ട്. S രാജേന്ദ്രൻ ഒരു സാധ്യതയില്ല. F രാജ എല്ലാവരും, അതായത് അദ്ദേഹം പാർട്ടി മാറിയത് പ്രശ്നമായിട്ടുണ്ടോ? அப்படிല്ല. ഈ രണ്ട് ടൈമും എ രാജാവും MLA 5 വർഷം ഉണ്ട്, രാജേന്ദ്രനും 5 വർഷം ഉണ്ട്. ഇതുവരെ 3 എന്ത് വ്യവസായം ചെഞ്ചിട്ടില്ല. ഇപ്പൊ പുതിയത് ഒരാൾ വരട്ടെ, F രാജ വരട്ടെ. F രാജാക്കാണ്. ഇവിടെ വികസനം ഒന്നില്ല. ഇവിടെ പാലം കെട്ടിയിട്ടുണ്ട്, സ്കൂൾ കെട്ടിയിട്ടുണ്ട്, എന്തൊക്കെ നോട്ടീസൊക്കെ അടിച്ചിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ഒന്നും ഇവിടെ നടന്നിട്ടില്ല. ചേട്ടാ, എങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ആർക്കാണ് സാധ്യത? ഇവരെല്ലാരും പറയുന്ന എ രാജ പോരാന്ന്. ഇല്ല, LDF ചെയ്ത ക്ഷേമ പെൻഷൻ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും. അല്ല, ഈ മണ്ഡലത്തിൽ എന്താണ്? മണ്ഡലത്തിൽ എ രാജ വിജയിപ്പിക്കും. എ രാജയാണ്. വാശിയേറിയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം. എന്തായാലും തോട്ടം തൊഴിലാളികളുടെ വോട്ടുകൾ നിർണായകമാകുന്ന ഒരു മണ്ഡലമെന്ന് നിസ്സംശയം പറയാം. കാരണം ഇത് തോട്ടം മേഖലയും കാർഷിക മേഖലയും കൂടെ ചേർന്നാണ്. വന്യജീവി ശല്യം രൂക്ഷമായിട്ടുള്ള ഒരു മണ്ഡലമാണ്. അവിടെ ഒരു മാറ്റം ഒരുപക്ഷെ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. അതോ ഇത് നിലവിലെ MLA അതെല്ലാം പരിഹരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനു മുൻപ് CPM-ന്റെ MLA ആയിരുന്ന S രാജേന്ദ്രൻ അത് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ, പ്രശ്നമില്ലാതെയാണോ പോകുന്നതെന്നുള്ളതൊക്കെ അവരുടെ മനസ്സിലാണ് ഇരിക്കുന്നത്. അതറിഞ്ഞ് അവർ വോട്ട് ചെയ്യും, ആ ആള് ജയിക്കും എന്നുള്ളതാണ് ഈ മണ്ഡലത്തിലെ ഒരു നിലവിലെ ഒരു സ്ഥിതി. അത് തന്നെയാണ് രാഹുൽ പറഞ്ഞതുപോലെ തന്നെ ഈ മണ്ഡലത്തിലെ അവസ്ഥ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ഏത് രാജയാണ് ഈ കൂട്ടത്തിൽ നറുക്കു വീണ് നിയമസഭയിലേക്ക് എത്തുക എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. ഏപ്രിൽ 9-ന് എന്താണ് ഇവിടുത്തെ ജനങ്ങൾ വിധി എഴുതുന്നത് എന്ന്, അവരുടെ മനസ്സിൽ എന്താണ് എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പ്രവചിക്കാൻ പറ്റില്ല. എന്താണെങ്കിലും മെയ് 4 വരെ അതിനുവേണ്ടി കാത്തിരിക്കണം എന്നാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.